എൻ്റെ എന്താ പറയുക, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ഇതുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് എത്തി. മിഥുൻ എന്ന് പറയുന്ന എൻ്റെ സെറ്റ്, ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും കാസ്റ്റ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് ടു വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്കൊരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം തരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രോ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ. ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോട് ഒരു ഇഷ്ടം കൊണ്ട് ശരി നീ പോയി ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ ഇതൊരു നയ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു എൻഒസി ആയിരുന്നു. ആൻഡ് ഗിവ് മി ദ ഫ്രീഡം ടു ഗോ അഹെഡ്. ഞാൻ എന്താ പറയുക വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട്